Hi students, today we are going to discuss about chapter 1, Introduction to Object-Oriented Programming Concepts. Introduction to Computer Languages. As we all know, languages are used to communicate with each other. Then what is a programming language? The sequence of set of instructions used to find the solution of a problem is known as programming language or computer language. Or in other words, we can say that programming language is a set of instructions through which humans interact with computer. ഹ്യൂമൻസിന് കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രോഗ്രാം. വാട്ട് ഈസ് എ പ്രോഗ്രാം? The set of instructions of any programming language given to the computer to solve a problem is known as a program. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രോഗ്രാമിംഗ്. The procedure used to write the commands and statements of a programming language to solve a problem is known as programming. In other words, we can say that the process of writing a program is called programming. പ്രോഗ്രാം എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എഴുതി കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രോഗ്രാമർ. ഹു ഈസ് എ പ്രോഗ്രാമർ? Programmer is a person who writes a program, which means പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ആരാണോ പ്രോഗ്രാം എഴുതി കൊടുക്കുന്നത് ആ ആളെയാണ് നമ്മൾ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. ക്ലിയർ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. We know that to communicate with a computer we need programming language. Programming languages are commonly divided into two: system programming language and application programming language. System programming language. These programming languages are used to write system programs or system software or an operating system, which means if you want to write a system program, we use system programming language. അതായത് നമുക്കൊരു സിസ്റ്റം പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്? സിസ്റ്റം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറോ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സിസ്റ്റം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. These programming languages are used to write programs related to specific area as well as create customized software, which means if you want to write a program related to a specific area or to an organization in the sense to a bank, hospital, etc., we use application programming language. അതായത് ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് വേണ്ടിയാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആയിരിക്കും ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ക്ലിയർ? Next is the object-oriented programming concept can be categorized as follows. First one is procedure-oriented programming or POP, and second one is object-oriented programming or OOP. Procedure-oriented programming. The programming language which contains step-by-step procedure to execute is known as POP. POP എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അവിടെ എക്സിക്യൂഷൻ നടക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും. ഓക്കെ, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഫോർട്രാൻ, കോബോൾ, വിഷ്വൽ ബേസിക്, പാസ്കൽ, സി, എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. The programming methodology which helps to organize set of instructions in a proper sequence to develop a program or software is known as OOP അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് മെത്തഡോളജി ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ ഒരു പ്രോപ്പർ സീക്വൻസിൽ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമിംഗ് മെത്തഡോളജിയാണെന്ന് OOP എന്ന് പറയുന്നത്. ഈ OOP കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് C++, ജാവ, VB.NET, C#, etc. ഓക്കെ,
Next is, what is an object? An identifiable entity with some characteristic state and behavior is known as an object, or an object is a self-contained entity that contains attributes and behavior. Object എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് കണ്ടെയ്ൻഡ് എൻറ്റിറ്റി ആണ്. അതിന് എന്തൊക്കെയുണ്ട്? ആട്രിബ്യൂട്ട്സും ബിഹേവിയറും ഉണ്ട്. ഓക്കെ, എവറി ഒബ്ജക്ട് ഹാസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. എല്ലാ ഒബ്ജക്റ്റിനും താഴെ പറയുന്ന 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. 3 ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഐഡന്റിറ്റി, സ്റ്റേറ്റ് and behavior. First one is identity. The name by which an object is recognized is known as identity. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് പേരിലാണോ അറിയപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പെൻ, ലാപ്ടോപ്പ്, ബുക്ക്, ബോക്സ്, എക്സെട്ര. ഓക്കെ, സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ത്? സ്റ്റേറ്റ്. State refers to whether an object is in processed or unprocessed state. അതായത് നമ്മളുടെ ആ ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ പ്രോസസ്ഡ് സ്റ്റേറ്റിലാണോ അൺപ്രോസസ്ഡ് സ്റ്റേറ്റിലാണോ എന്ന് പറയുന്നതാണ് എന്ത്? സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. ഓൺ സ്റ്റേറ്റ് ഉണ്ട്, ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, ഔട്ട് ഓഫ് ഓർഡർ സ്റ്റേറ്റ് ഉണ്ട്. അതിലെ ഓൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എക്സാമ്പിൾ ആയിട്ട് ബൈക്കാണ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ബൈക്ക് ഓൺ ആണെങ്കിൽ അത് എന്ത് സ്റ്റേറ്റ് ആണ്? ഓൺ സ്റ്റേറ്റ് ആണ്. ബൈക്ക് ഇപ്പം നിലവിൽ ഓഫ് ആണെങ്കിൽ അത് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. തേർഡ് ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ഓർഡർ സ്റ്റേറ്റ്. അതായത് നമ്മളുടെ ബൈക്ക് ഇപ്പം കേടാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് എന്ത് സ്റ്റേറ്റ് ആയിരിക്കും? ഔട്ട് ഓഫ് ഓർഡർ സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, ദ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഈസ് ബിഹേവിയർ. ഇറ്റ് റെഫേഴ്സ് ദാറ്റ് വാട്ട് ആൻ ഒബ്ജക്ട് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ്. ആക്ച്വലി ആ ഒബ്ജക്ട് എന്താണോ ചെയ്യുന്നത് അതിനെയാണ് അതിന്റെ ബിഹേവിയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ബൈക്ക് ആണെങ്കിൽ നോക്കിയേ, ടു സ്റ്റാർട്ട് ദ എൻജിൻ, ചേഞ്ച് ദ ഗിയർ, യൂസ് ദ ബ്രേക്ക്, എക്സെട്ര. ഇതൊക്കെയാണ് ആക്ച്വലി ആ ബൈക്ക് ചെയ്യുന്നത്. അതാണ് അതിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ദ 4 പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഈസ് data abstraction, encapsulation, inheritance and polymorphism. First one is abstraction. The act of representing the essential features of an object without knowing its background and details is known as data abstraction or simply abstraction. In this, we are hiding the unnecessary things and only revealing the necessary things to the public. In data abstraction, a very important aspect is data hiding. Data hiding is the property which does not allow the data and its function to be used as public interface. അതായത് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പബ്ലിക്കിനെ റിവീൽ ചെയ്യുന്നുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നു. ഇവിടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരാൾ ATM നിന്ന് പൈസ വന്ന് വിഡ്രോ ചെയ്യുന്നു. നോക്കിയാൽ അതെങ്ങനെയാണ്? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ATMലേക്ക് കാർഡ് ഇട്ട് പൈസ എടുക്കേണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ നമ്മൾ ഈ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ATM മെഷീൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് പോവുക, പൈസ എടുക്കുക. അതായത് നെസസറി ആയിട്ടുള്ള, അതായത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അല്ലാതെ അതിൻ്റെ ഉള്ളിലത്തെ വർക്കിങ് നമുക്കറിയേണ്ട ആവശ്യമില്ല. അതാണ് റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് ഈ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഈസ് എൻകാപ്സുലേഷൻ. The act or way in which data and functions are combined together in the form of single unit is known as encapsulation, or wrapping up of data and function into a single unit is known as encapsulation. Encapsulation എന്ന് പറഞ്ഞാൽ ഡേറ്റാനെയും ഫംഗ്ഷനെയും നമ്മൾ റാപ്പ് ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വെക്കുന്നതിനാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കൊരു ക്യാപ്സൂൾ കാണാൻ പറ്റും. ആ ക്യാപ്സൂളാണ് എന്ത്? ക്ലാസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ക്യാപ്സൂളിൻ്റെ അകത്ത് 2 കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ആ 2 കമ്പോണൻസ് ആണ് ഏതൊക്കെ? മെത്തേഡും വേരിയബിളും. വേറെ രീതിയിൽ പറഞ്ഞ ക്ലാസിൻ്റെ അകത്തെ 2 കമ്പോണൻസ് ആണ് എന്തൊക്കെ? മെത്തേഡും വേരിയബിളും. ആ മെത്തേഡും വേരിയബിളും കൂടെ ചേരുന്നതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഈസ് ഇൻഹെറിറ്റൻസ്. The act or process of acquiring the properties from an existing class by another class is known as inheritance. Inheritance എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു ക്ലാസ് നിലവിലുള്ള വേറൊരു ക്ലാസ്സിലെ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അക്വയർ ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ടേമാണ് ബേസ് ക്ലാസും ഡിറൈവ്ഡ് ക്ലാസും. ബേസ് ക്ലാസ് എന്താണെന്ന് നോക്കിയേ, the existing class whose properties are inherited by some other class is known as base class or super class or parent class. അതായത് ആരുടെ പ്രോപ്പർട്ടീസ് ആണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ശ്രദ്ധിക്കണം, ആരുടെ പ്രോപ്പർട്ടീസ് ആണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ആ ക്ലാസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ബേസ് ക്ലാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എന്നും പേരന്റ് ക്ലാസ് എന്നും പറയും. ഇനി derived class, the class that acquires the properties from base class is known as derived class or subclass or child class. അതായത് ആരാണോ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുന്നത്, ബേസ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസിനെ ആരാണോ അക്വയർ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ് ക്ലാസ് എന്നും ചൈൽഡ് ക്ലാസ് എന്നും പറയും. ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു വലിയ ലയണിൽ നിന്നും ചെറിയൊരു ലയൺ ഉണ്ടാവുന്നു. അപ്പോൾ ആ ചെറിയ ലയണിന് ആരുടെ പ്രോപ്പർട്ടീസ് കാണും, വലിയ ലയണിന്റെ പ്രോപ്പർട്ടീസ് കാണും. ഇവിടെ വലിയ ലയണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ വലിയ ലയണാണ് എന്ത് ബേസ് ക്ലാസ്, ചെറിയ ലയണാണ് ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ ഓക്കെ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റ് പല ഫോംസിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നു. ഒരു ഒബ്ജക്റ്റിനെ തന്നെ പല ഫോംസിൽ ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരാൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നു. ആ ആൾ തന്നെ മാർക്കറ്റിൽ പോകുമ്പോൾ ഉള്ള അയാളുടെ ഡ്രസ്സിങ്ങും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഉള്ള ഡ്രസ്സിങ്ങും ഒരു ടൂറിന് പോകുമ്പോൾ ഉള്ള ഡ്രസ്സിങ്ങും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അതാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ജാവ ഹിസ്റ്ററി. ജാവ ഹിസ്റ്ററിക്കകത്ത് വലിയ കഥയൊന്നുമില്ല. ഈ സെയിം ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ടൈപ്സ് ഓഫ് ജാവ പ്രോഗ്രാം. എ ജാവ പ്രോഗ്രാം ഈസ് കമ്പോസ്ഡ് ഓഫ് ഡേറ്റ മെമ്പേഴ്സ് ഓർ വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ് ഓർ ഫംഗ്ഷൻസ്. അതായത് ജാവ പ്രോഗ്രാമിൽ എന്തൊക്കെയാണുള്ളത്, ഡേറ്റ മെമ്പേഴ്സും മെത്തേഡുമാണ് ഉള്ളത്. While writing a program in Java, the programmer will specify the data and code to form a class. അതായത് ജാവയിൽ നമ്മളൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഡേറ്റയും കോഡുമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. These elements are known as members of the class. അതായത് ഡേറ്റയും കോഡിനെയും കൊണ്ട് നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്, members of the class. ആ ക്ലാസ്സിന്റെ മെമ്പേഴ്സ് ആണ് അവരെ. ആരൊക്കെ, ഡേറ്റയും കോഡും. ഓക്കെ, the data of the class are normally known as member variables or instance variables. നമ്മുടെ ക്ലാസ്സിലെ ഡേറ്റനെ പറയുന്ന പേരാണെന്ത്, മെമ്പർ വേരിയബിൾ അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിൾ അല്ലെങ്കിൽ ഡേറ്റ മെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിലെ ഡേറ്റനെ പറയുന്ന പേരാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡേറ്റ ആൻഡ് മെത്തേഡ്. ഡേറ്റ, the raw facts and figures used for processing is known as data or data members. എക്സാമ്പിൾ എ ബി ടി വൈ എക്സെട്ര. അതായത് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഏതൊരു വാല്യൂനെയും, അതായത് എ ബി സി ഡി എക്സ് വൈ സെഡ് 4 1 2 3 4 5 6 അങ്ങനെ ഏതൊരു കാര്യത്തെയും നമുക്ക് എന്തെന്ന് പറയാം, ഡേറ്റ എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് മെത്തേഡ്. The self-contained program structure that uses data or variables of the class to produce the required output is known as method or function. In other words, we can say that method is a block of code which runs only when it is called. Methods are used to perform certain actions. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെത്തേഡ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് ആയിരിക്കും. ക്ലിയർ? The main advantage of object-oriented program is it use code reuse and recycling concept. Object-oriented programmingന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആ കോഡിനെ വീണ്ടും യൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും, അതായത് കോഡിനെ റീയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ഈസ് ദ object-oriented programming is a programming methodology that helps to organize set of instructions in a proper sequence to develop program or software. അതായത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഒരു ഡെഫിനേഷൻ ആണ് അവിടെ പറയുന്നത്. നോക്കിയാൽ എന്താണ്, the object-oriented programming is a programming methodology that helps to organize set of instructions in a proper sequence to develop program or software. ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എഴുതി കൊടുക്കുമല്ലോ, ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ ഒരു പ്രോപ്പർ സീക്വൻസിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് മെത്തഡോളജിയാണ് എന്ത്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, the object oriented programming concept can be categorized as follows. POP അല്ലെങ്കിൽ procedure oriented programming. Next is Java program. Java program is commonly divided into two: applet program and application program interface. Applet program, the program written in the Java programming language that can be included in a HTML page is known as applet program. Java program ഒരു HTML പേജിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ബ്രൗസറിൽ റൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ ആപ്ലെറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ആപ്ലെറ്റ് പ്രോഗ്രാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ജിപ്സിനും അല്ലെങ്കിൽ ജിപ്സും ആനിമേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്ലെറ്റ് പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. Okay, next is application program interface. The standalone Java program that runs as a true application without a browser using JVM is known as API. അതായത് ബ്രൗസറിന്റെ സഹായമില്ലാതെ ജാവ വെർച്വൽ മെഷീൻ വഴിയാണ് നമ്മൾ ആ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനെ നമ്മൾ എന്തെന്ന് പറയും? ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് എന്ന് പറയും. ഇതെന്ന് പറയുന്ന ഒരു സ്റ്റാൻഡലോൺ ജാവ പ്രോഗ്രാമാണ്. ഓക്കെ, ഇനി ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? മൊബൈൽ ആപ്ലിക്കേഷനും വെബ് ആപ്ലിക്കേഷനും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ API യൂസ് ചെയ്യുന്നത്. ഓക്കെ, the platform independent code in which Java compiler converts the Java source code into a program independent code that can be easily understood and executed by the computer is known as bytecode. അതായത് ജാവ കമ്പൈലർ നമ്മൾ എഴുതി കൊടുക്കുന്ന കോഡിനെ, അതായത് നമ്മൾ എഴുതി കൊടുക്കുന്ന കോഡിന് ആണ് നമ്മൾ ജാവ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ആ ജാവ സോഴ്സ് കോഡിനെ ജാവ കമ്പൈലർ പ്രോഗ്രാം ഇൻഡിപെൻഡന്റ് കോഡായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ആ പ്രോഗ്രാം ഇൻഡിപെൻഡന്റ് കോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? The platform independent code in which Java compiler converts the Java source code into a program independent code that can be easily understood and executed by the computer is known as bytecode. അതായത് നമ്മൾ കൊടുക്കുന്ന സോഴ്സ് കോഡിനെ ജാവ കമ്പൈലർ ഒരു പ്രോഗ്രാം ഇൻഡിപെൻഡന്റ് കോഡാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യും. ആ പ്രോഗ്രാം ഇൻഡിപെൻഡന്റ് കോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. Next is translator. The program or application that translates into machine language or low level language is known as translator. അതായത് സോഴ്സ് പ്രോഗ്രാമിനെ, ഇപ്പം നിങ്ങൾക്കറിയാം സോഴ്സ് പ്രോഗ്രാം എന്താണ്? സോഴ്സ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആണ് എന്ത്? ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ദ ട്രാൻസ്ലേറ്റേഴ്സ് ആർ ഡിവൈഡഡ് ഇൻടു ടു ടൈപ്സ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്: ഇന്റർപ്രറ്റർ ആൻഡ് കമ്പൈലർ. ഇന്റർപ്രറ്റർ ആൻഡ് കമ്പൈലർ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേറ്റർ എന്താണ്? സോഴ്സ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആണെന്ത്? ട്രാൻസ്ലേറ്റർ. ക്ലിയർ അല്ലേ? Interpreter. An interpreter is a type of translator used to translate the program written in high level language into low level language step by step or line by line. അതായത് ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ട്രാൻസ്ലേറ്റർ വിച്ച് ഇസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ദ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ടു ലോ ലെവൽ ലാംഗ്വേജ്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ അല്ലെങ്കിൽ സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. എങ്ങനെ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും, നോക്കിയ ട്രാൻസ്ലേഷൻ പ്രോസസ്. സോഴ്സ് പ്രോഗ്രാമിനെ ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്തിലേക്ക്? മെഷീൻ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജിലേക്ക്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഈസ് കമ്പൈലർ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇന്റർപ്രറ്റർ എന്നല്ല കമ്പൈലർ എന്നാണ് കേട്ടോ ടൈപ്പ് ചെയ്തതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്, സോറി. എ കമ്പൈലർ is a type of translator used to translate the program written in high level language into low level language at once. അതായത് ഇതെന്താണ് ചെയ്യുന്നത്?
ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. എങ്ങനെ? മൊത്തത്തിൽ, ആസ് എ ഹോൾ. അതായത് ഇന്റർപ്രറ്ററും കമ്പൈലറും ചെയ്യുന്ന സെയിം കാര്യം തന്നെയാണ്. രണ്ടുപേരും എന്താ ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് ആക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇന്റർപ്രറ്റർ ആയിരുന്നെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. കമ്പൈലർ ആണെങ്കിൽ മൊത്തത്തിലായിരിക്കും ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇത് വ്യത്യാസം. ഓക്കെ. നെക്സ്റ്റ് ഈസ് Java compilation process. Compilation and execution of Java program is a two-step process. അതായത് ജാവ കമ്പൈലേഷൻ പ്രോസസ് എന്ന് പറയുന്ന ഒരു 2-step പ്രോസസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പൈലേഷൻ ആയിരിക്കും, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ആയിരിക്കും. ഓക്കെ, സ്റ്റെപ്പ് 1 നോക്കിയേ. During compilation, the Java compiler compiles the source code and generates bytecode. This bytecode is saved in the form of a class file. നിങ്ങൾ താഴെ ആ ഫിഗർ ഒന്ന് നോക്കിയേ. കമ്പൈലേഷൻ പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത്? ജാവ പ്രോഗ്രാം അല്ലെങ്കിൽ ജാവ സോഴ്സ് കോഡിനെ ജാവ കമ്പൈലർ ജാവ ബൈറ്റ് കോഡായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ഒരു ക്ലാസ് ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? ദ ജാവ വെർച്വൽ മെഷീൻ ഓർ ജാവ ഇന്റർപ്രറ്റർ ടേക്സ് ദ ക്ലാസ് ഫയൽ ആസ് ഇൻപുട്ട് ആൻഡ് ജനറേറ്റ് ഔട്ട്പുട്ട് ബൈ എക്സിക്യൂട്ടിംഗ് ദ ബൈറ്റ് കോഡ്. ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൈറ്റ് കോഡിനെ ആരെടുക്കും? ഇന്റർപ്രറ്റർ എടുത്തതിന് ശേഷം അതിനെ ഇൻപുട്ട് ആക്കി കൊടുത്തുകൊണ്ട് ജാവ ഇന്റർപ്രറ്റർ അതിനെ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇവിടെയും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ഫിഗറിനകത്ത് നിങ്ങൾ നോക്കണം. 4ാമത്തെ ബോക്സിൽ JVM ദ ജാവ കമ്പൈലർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ജാവ ഇന്റർപ്രറ്റർ ആണ് കേട്ടോ. ജാവ ഇന്റർപ്രറ്റർ ആണ് JVM എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയണോ ആ സ്റ്റെപ്പ്? അതായത് ജാവ കമ്പൈലേഷനും എക്സിക്യൂഷനുമാണ് ജാവ കമ്പൈലേഷൻ പ്രോസസ്സിന്റെ 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 2-step പ്രോസസ് ആണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന കമ്പൈലേഷനും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന എക്സിക്യൂഷനുമാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? ജാവ സോഴ്സ് കോഡിനെ ബൈറ്റ് കോഡാക്കി മാറ്റുന്നു. ആര്? ജാവ കമ്പൈലർ. ഇനി ആ ബൈറ്റ് കോഡിനെ ജാവ ഇന്റർപ്രറ്റർ മെഷീൻ കോഡാക്കി മാറ്റുന്നു സെക്കൻഡ് സ്റ്റെപ്പിൽ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഈസ് സോഴ്സ് കോഡ് ആൻഡ് ഒബ്ജക്റ്റ് കോഡ്. മുമ്പേ ഞാൻ പറഞ്ഞു സോഴ്സ് കോഡ് എന്താണെന്ന്. The set of instructions and statements written by computer programmer using a programming language to find the solution of a problem is known as source code. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്ന ആ ഒരു കോഡ്, അതായത് പ്രോഗ്രാം ഇപ്പൊ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതിനെ ജാവ സോഴ്സ് കോഡ് എന്നാണ് പറയുന്നത്. മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ സോഴ്സ് കോഡ് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈസ് ദ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ കമ്പൈലേഷൻ ഓഫ് ദ സോഴ്സ് കോഡ് ഈസ് നോൺ ആസ് ഒബ്ജക്റ്റ് കോഡ്. അതായത് സോഴ്സ് കോഡിനെ കമ്പൈൽ ചെയ്തതിന് ശേഷം നമുക്കൊരു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം കിട്ടുമല്ലോ. ആ പ്രോഗ്രാമിനെയാണ് അല്ലെങ്കിൽ ആ കോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഈസ് ദ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ഈസ് ഓൺലി അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടർ. അത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. കമ്പ്യൂട്ടറിന് എന്ത് ഭാഷയെ മനസ്സിലാവത്തുള്ളൂ? മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സോഴ്സ് കോഡ് എന്താണ്? നമ്മൾ എഴുതി കൊടുക്കുന്ന, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതി കൊടുക്കുന്ന ആ ഒരു കോഡിനെയാണ് എന്തെന്ന് പറയുന്നത്? സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഈ സോഴ്സ് കോഡിനെ കമ്പൈലേഷൻ അല്ലെങ്കിൽ കമ്പൈൽ ചെയ്തതിന് ശേഷം കിട്ടുന്ന ആ ഒരു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത്. അപ്പം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന കോഡ് ഏതാണ്? സോഴ്സ് കോഡാണോ ഒബ്ജക്റ്റ് കോഡാണോ? ഒബ്ജക്റ്റ് കോഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജാവ. ഞാനിവിടെ ജസ്റ്റ് പോയിന്റ് ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്, റൈറ്റ് വൺസ്, റൺ എനിവെയർ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ്, സിമ്പിൾ കോഡിംഗ്, യൂസർ ഫ്രണ്ട്ലി എൻവയോൺമെന്റ്, ജാവ ഈസ് റോബസ്റ്റ്, സെക്യൂർ എൻവയോൺമെന്റ്. അപ്പോൾ ഇതൊക്കെയാണ് ജാവേന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്തായാലും ടെക്സ്റ്റ് ഫുള്ള് നിങ്ങൾ നന്നായിട്ട് വായിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളൂ. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക.